പിറ്റേന്ന് രാവിലെ 9 മണി. നക്ഷത്രയുടെ വാടക വീട്. അമ്മ അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലാണ്. അനിയത്തി മീര ശർമ്മ അവളുടെ റൂമിലേക്ക് പതുങ്ങി എത്തിയിട്ടുണ്ട്. നക്ഷത്ര കണ്ണാടിയുടെ മുന്നിൽ ആലോചിച്ച് നിൽക്കുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അഗ്നിയുടെ മുഖം അവളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആ കണ്ണുകൾ ശാന്തമാണ്, പക്ഷെ ഉള്ളിലെന്തോ. അവൾ കയ്യിൽ അവൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്തു. അഗ്നി, ഗോൾഡ് ലെറ്റേഴ്സ്, നമ്പർ, QR കോഡ്. ചേച്ചി, എന്താ സ്വപ്നം കാണുന്നേ? അനിയത്തി മീര കണ്ണുകൾ ചുരുക്കി. പുതിയ ബോയ്ഫ്രണ്ട് വല്ലതും ആണോ ചേച്ചി? ഏയ് പൊടി. നക്ഷത്ര കാർഡ് പെട്ടെന്ന് ഡ്രോവറിൽ വെച്ചു. അത് ഓഫീസ് ആവശ്യത്തിനാ. ഓക്കെ. മീര നേരെ കിച്ചണിലേക്ക് നടന്നു. പക്ഷെ അവളുടെ കവൾ ചുവന്നു. അഗ്നിദേവ് റായ്ചന്ദ്, മുംബൈയുടെ രാജാവ്. അവൻ എന്തിന് എന്നെ ഹെൽപ്പ് ചെയ്തു? എന്തിനാണ് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്? അവൻ്റെ കോട്ട് ഇപ്പോഴും ചേറലുണ്ട്. അവൾ രാത്രി മുഴുവൻ അതിൻ്റെ മണം തൻ്റെ മൂക്കിൽ തുളച്ചു കയറി. ഛേ, എന്താ ഈ ചിന്തിക്കുന്നേ? അവൾ വേഗം റെഡിയായി ഓഫീസിൽ പോയി. അഗ്നി കോപ്പ്, 35th ഫ്ലോർ. അഗ്നി ഗ്ലാസിൻ്റെ മുന്നിൽ, കയ്യിൽ ടാബ്ലറ്റ്, സ്ക്രീനിൽ റോഹൻ മൽഹോത്രയുടെ മുഴുവൻ ഡീറ്റെയിൽസ്. റോഹൻ മൽഹോത്ര, 28 വയസ്സ്, ഈവൻറ്റ് ഹെഡ്, സ്റ്റാർലൈറ്റ് ഇവൻറ്റ്സ്, നക്ഷത്രയുടെ ബോസ്, സിംഗിൾ, പ്ലേ ബോയ്, 3 ബ്രേക്കപ്സ്. നക്ഷത്രയോട് ഇൻട്രസ്റ്റ് ഉണ്ട്. അവസാനത്തെ വരി കണ്ടതും ടാബ്ലറ്റിൻ്റെ ഗ്ലാസ് പൊട്ടി. അഗ്നി അമർത്തി പിടിച്ചതാണ്. അവൻ്റെ മുഖം അപ്പോഴും ശാന്തം. ബോസ്? ഹെഡ് സെക്യൂരിറ്റി തല താഴ്ത്തി നിന്നു. ഇന്നലെ രാത്രി ആ 3 പേരുടെ കാര്യം ഡൺ. പോലീസിന് കിട്ടില്ല. 100% പെർഫെക്റ്റ്. അഗ്നിയുടെ ശബ്ദം വികാരമില്ല. ഇനി റോഹൻ, അവനിന്ന് എൻ്റെയും റിപ്പോർട്ടുണ്ട് ബോസ്. അവനിന്ന് നക്ഷത്ര മാഡത്തിനോട് പ്രപ്പോസ് ചെയ്യാൻ പ്ലാനുണ്ട്. ഓഫീസ് ടെറസിൽ ഡിന്നർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ? പ്രപ്പോസ്? അഗ്നിയുടെ മുഖം മാറിയില്ല. പക്ഷേ AC-യുടെ ടെമ്പറേച്ചറിൽ 16-ൽ നിന്ന് 10-ലേക്ക് താഴ്ന്നു. അവന് ദേഷ്യം വന്നാ റൂം തന്നെ തണുത്ത് മരവിക്കും. പിന്നെന്ത് AC? അവൾക്കിഷ്ടമല്ലാത്തൊന്നും ഈ ലോകത്ത് നടക്കില്ല. അവൾക്കിനി അവനെ ഇഷ്ടമാണോ? ഹെഡ് സെക്യൂരിറ്റി വിറച്ചു. അറിയില്ല ബോസ്. പക്ഷെ മാഡം അവനെ ബോസ് എന്നേ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു പോരാ, ഉറപ്പു വേണം. അഗ്നി തിരിഞ്ഞു. സ്റ്റാർലൈറ്റ് ഇവൻറ്റ്സ് ഞാൻ വാങ്ങുന്നു. ഇന്ന്, ഇപ്പോ. യെസ് ബോസ്. ഡീൽ എമൗണ്ട്? എത്ര വേണമെങ്കിലും. 10 കോടി, 100 കോടി. ആ കമ്പനി എൻ്റെ ആവണം 1 മണിക്കൂറിൽ. കാരണം അവൻ്റെ നക്ഷത്ര ജോലി ചെയ്യുന്നിടം അവൻ്റേതാവണം. അവളുടെ ബോസ് അവനാവണം. അവളെ ആരും ഉപദ്രവിക്കരുത്. പ്രപ്പോസൽ പോലും അവൻ്റെ പെർമിഷൻ ഇല്ലാതെ പാടില്ല. ഇത് പ്രണയമല്ല, ഭ്രാന്താണ്. അഗ്നിക്കറിയാം. പക്ഷെ അവന് അത് നിർത്താൻ കഴിയില്ല. സ്റ്റാർലൈറ്റ് ഇവൻ ഓഫീസ്, 5 PM. നക്ഷത്ര ഫയൽ നോക്കിയിരിക്കുന്നു. ടെൻഷൻ. സാലറി കിട്ടാൻ 9 ദിവസം കൂടി. അമ്മയുടെ മരുന്ന് വാങ്ങണം, മീരയുടെ ഫീസ്, തൻ്റെ ചിലവ്, വീടിൻ്റെ വാടക. അവളുടെ തല പെരുത്തു. നക്ഷത്ര റോഹൻ ക്യാബിൽ നിന്ന് വിളിച്ചു, ചിരിച്ചുകൊണ്ട്. ഒന്ന് വരൂ, 1 മിനിറ്റ്. അവൾ ക്യാബിനിൽ ചെന്നു. യെസ് സർ. റോഹൻ എന്ന് വിളിക്കൂ. അവൻ ക്യൂട്ടായി ചിരിച്ചു. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? 6 മാസമായി കൂടെ വർക്ക് ചെയ്യുന്നു. നീ എൻ്റെ ബെസ്റ്റ് എംപ്ലോയിയാണ്. താങ്ക് യു റോഹൻ സർ. ഇന്ന് ഈവനിങ് ഫ്രീ ആണോ? നിൻ്റെ ലാസ്റ്റ് ഇവൻറ്റ് സൂപ്പർ ഹിറ്റായിരുന്നു. അതിൻ്റെ സെലിബ്രേഷൻ. ടെറസിൽ ഡിന്നർ. ജസ്റ്റ് അസ് ടു. നക്ഷത്രയുടെ മനസ്സിൽ റെഡ് അലേർട്ട് മുഴങ്ങി. ജസ്റ്റ് അസ് ടു? റോഹൻ സാറിൻ്റെ നോട്ടം. അത് ബോസിൻ്റെ അല്ല, വേറെ എന്തോ. സോറി സർ, അമ്മയ്ക്ക് സുഖമില്ല. എനിക്ക് നേരത്തെ പോണം, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. റോഹൻ്റെ ചിരി മാഞ്ഞു. എല്ലാ ദിവസവും
അമ്മയ്ക്ക് സുഖമില്ലേ നക്ഷത്ര? നീ എന്നെ അവോയ്ഡ് ചെയ്യുവാണോ? ഇല്ല സർ, അങ്ങനെ. ഓക്കെ ഫൈൻ. അവൻ പെട്ടെന്ന് കൂളായി. നോ ഫോഴ്സ്, ബട്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. നീ അർഹിക്കുന്ന ജീവിതം ഇതല്ല. ചെറിയ സാലറി, വാടക വീട്. നീ ക്വീൻ ആകേണ്ടവളാ നക്ഷത്ര, എൻ്റെ ക്വീൻ. നക്ഷത്രയുടെ ചോര തണുത്തു. എൻ്റെ ക്വീൻ? അതേ നിമിഷം ക്യാബിൻ്റെ ഗ്ലാസ് ഡോർ തുറന്ന് ഒരാൾ കയറി വന്നു. കറുത്ത സ്യൂട്ട്, കണ്ണിൽ കറുത്ത കണ്ണട, 6 അടി ഉയരം, മുഖത്ത് വികാരമില്ല. അഗ്നി കോർപ്പിൻ്റെ ലീഗൽ ഹെഡ് മിസ്റ്റർ വർമ്മ. മിസ്റ്റർ രോഹൻ മൽഹോത്ര? യെസ്, യു ആർ. സ്റ്റാർലൈറ്റ് ഈവൻസിൻ്റെ പുതിയ ഓണറിൻ്റെ ലീഗൽ അഡ്വൈസർ. കമ്പനി സോൾഡായി. 15 മിനിറ്റ് മുമ്പ് 200 കോടിക്ക്. ആൾ ക്യാഷ് ഡീൽ. രോഹൻ ഞെട്ടി. വാട്ട്? സോൾഡ്? ആര് വാങ്ങി? ഞാനറിയാതെ. ന്യൂ ഓണർ ഇപ്പോൾ വരും, വർമ്മ പറഞ്ഞു. അദ്ദേഹം എല്ലാ എംപ്ലോയീസിനെയും കാണും. എസ്പെഷ്യലി. അവൻ നക്ഷത്രയെ നോക്കി. മിസ് നക്ഷത്ര ശർമ്മ. നക്ഷത്രയുടെ ഹൃദയം നിന്നു. ന്യൂ ഓണർ? എന്നെ കാണാനോ? എന്തിന്? രോഹൻ്റെ മുഖം വിളറി. പക്ഷേ ഞാൻ CEO. നിങ്ങളിനി വെറും എംപ്ലോയി മാത്രം. വർമ്മ തണുത്ത സ്വരത്തിൽ ഓണർ പറയുന്നത് വരെ. 5 മിനിറ്റ് കഴിഞ്ഞു. ഓഫീസ് മുഴുവൻ നിശബ്ദം. എല്ലാ എംപ്ലോയീസും റിസപ്ഷനിൽ. പുതിയ ഓണർ ആരാ? ടാറ്റ? അംബാനി? ആരാണെന്നറിയാൻ അവർ അക്ഷമരായി നിന്നു. ലിഫ്റ്റ് തുറന്നു. അഗ്നിദേവ് റായ്ചന്ദ് ഇറങ്ങി വന്നു. കൂടെ 10 ബ്ലാക്ക് സ്യൂട്ട് സെക്യൂരിറ്റി. ഓഫീസ് മുഴുവൻ ഫ്രീസായി. അഗ്നി കോർപ്പിൻ്റെ CEO? ഇവനാണോ സ്റ്റാർലൈറ്റ് ഇവൻസ് വാങ്ങിയത്? ഈ ചെറിയ കമ്പനി? അഗ്നിയുടെ കണ്ണുകൾ ആരെയും നോക്കിയില്ല. നേരെ നക്ഷത്രയുടെ മുഖത്തേക്ക്, അവളുടെ നേരെ. അവൾ അവനെ കണ്ടതും ഷോക്കടിച്ച് നിൽക്കുന്നു. അവൻ അവളുടെ മുന്നിൽ വന്ന് നിന്നു. 2 അടി ഉയരം, ഇന്നലത്തെ പോലെ. 2 അടി ദൂരം, ഇന്നലത്തെ പോലെ. മിസ് നക്ഷത്ര ശർമ്മ? അവൻ്റെ ശബ്ദം ഓഫീസ് മുഴുവൻ കേൾക്കും. പക്ഷെ അവൻ സംസാരിക്കുന്നത് അവളോട് മാത്രം. യെസ് സർ, അവൾ വിറച്ചു. യു ആർ ഫയർഡ്? പിന്നെ 1000 ബോംബ് പൊട്ടിയ പോലെ അവൾ ഉള്ളിലോർത്തു. വാട്ട്? രോഹൻ അലറി. യു ക്യാൻ ഫയർ ഹെർ, ഷീ ഈസ് മൈ ബെസ്റ്റ്. അഗ്നി മെല്ലെ തിരിഞ്ഞ് രോഹനെ നോക്കി. ഒരു നോട്ടം. രോഹൻ്റെ വാക്ക് തൊണ്ടയിൽ കുടുങ്ങി. അവൻ്റെ കാൽ വിറച്ചു. ഈ നോട്ടം, ഇത് മനുഷ്യൻ്റെ അല്ല, ഒരു മോൺസ്റ്ററിൻ്റെ പോലെ. അഗ്നി വീണ്ടും തിരിഞ്ഞ് നക്ഷത്രയെ നോക്കി. യു ആർ ഫയർഡ് ഫ്രം ദിസ് കമ്പനി. അവനൊരു പൗസ് ഇട്ടു. ആൻഡ് ഹെഡ് അറ്റ് അഗ്നി കോർപ്പ് ആസ് മൈ പേഴ്സണൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്. സാലറി 2 lakhs പെർ മന്ത്സ്. സ്റ്റാർട്ടിംഗ് ടുഡേ. നൗ. പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. 2 ലക്ഷം പെർ മന്ത്? പേഴ്സണൽ അസിസ്റ്റൻറ്റ്? നക്ഷത്രയുടെ തല കറങ്ങി. കണ്ണ് നിറഞ്ഞു. സർ, എന്തിന്? ഞാൻ ജസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. എക്സ്പീരിയൻസ് ഇല്ല. നിന്റെ ക്വാളിഫിക്കേഷൻ എനിക്കറിയാം, അഗ്നി പറഞ്ഞു. നിന്റെ ലോയാലിറ്റി, നിന്റെ ഹാർഡ് വർക്ക്, അവൻ നിർത്തി. നിന്റെ ചിരി, നിന്റെ കണ്ണുകൾ, നിന്റെ ചുണ്ടുകളെന്ന് പറയാൻ തോന്നി. പക്ഷേ പറഞ്ഞില്ല. യു ആർ ക്വാളിഫൈഡ്, അത്രമാത്രം. രോഹൻ്റെ മുഖം ചുവന്നു. കോലി, ദിസ് ഈസ് പേഴ്സണൽ. നീ അവളെ. അഗ്നി കൈ ഉയർത്തി. സെക്യൂരിറ്റി രോഹൻ്റെ വായ പൊത്തി പിന്നോട്ട് വലിച്ചു. മിസ്റ്റർ മൽഹോത്ര, അഗ്നിയുടെ ശബ്ദം മഞ്ഞുപോലെ, നിങ്ങളിനി സ്റ്റാർലൈറ്റ് ഇവൻസിൻ്റെ എംപ്ലോയി അല്ല. യു ആർ ഫയർഡ് ടു. കാരണം ഫീമെയിൽ എംപ്ലോയീസിനോട് മിസ്ബിഹേവ് ചെയ്തതിന്. എവിഡൻസ് ഉണ്ട്. CCTV ഓഡിയോ വേണോ കേൾക്കാൻ? മൈ ക്വീൻ എന്ന് പറഞ്ഞത്. രോഹൻ്റെ മുഖം വിളറി. അവൻ തകർന്നുപോയി. അഗ്നി നക്ഷത്രയുടെ നേരെ കൈനീട്ടി. കം. നക്ഷത്രയ്ക്ക് വേറെ വഴിയില്ല. അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ തൊട്ടു. അന്നാദ്യമായി. ഷോക്ക്. അഗ്നിയുടെ ശരീരത്തിലൂടെ 1000 വോൾട്ട് പാഞ്ഞു. 3 വർഷം കാത്തിരുന്ന സ്പർശം.
അവൻ്റെ കൈ വിറച്ചു. പക്ഷേ മുഖത്ത് ഭാവമില്ല. അവൻ അവളെ ലിഫ്റ്റിലേക്ക് കൊണ്ടുപോയി. ഓഫീസ് മുഴുവൻ അവരെ നോക്കി നിൽക്കുന്നു. ലിഫ്റ്റിൻ്റെ ഡോർ അടയുന്നതിനു മുൻപ് അഗ്നി രോഹനെ നോക്കി. മെല്ലെ ചുണ്ടനക്കി. ലിപ് റീഡ് ചെയ്ത മറ്റുള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് എൻ്റെ നക്ഷത്രയെ നീ നോക്കിയ നിൻ്റെ മരണം എൻ്റെ കൈകൊണ്ട്. അഗ്നി കോപ്പ് 35th ഫ്ലോർ CEO ഓഫീസ്. വലിയ ഓഫീസ്. ഒരു വശം മുഴുവൻ ഗ്ലാസ്. മുംബൈ കാൽക്കീഴിൽ. ഇത് എൻ്റെ ഓഫീസ്? നക്ഷത്ര ഞെട്ടി. CEO ക്യാബിൻ്റെ അടുത്ത്. അതിലും വലുത്. യെസ്, അഗ്നി പറഞ്ഞു. മൈ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ യു വർക്ക് വിത്ത് മീ, ഫോർ മീ, ഓൺലി മീ. സർ, എനിക്ക് എന്തിനാണ് ഇത്ര സാലറി, ഇത്ര സൗകര്യം? ബിക്കോസ് യു ഡിസർവ് ഇറ്റ്. അഗ്നി അവളുടെ കണ്ണിലേക്ക് നോക്കി. ആദ്യമായി അവൻ അവളുടെ കണ്ണിൽ നേരെ നോക്കി. നീ 6 മാസമായി ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്നു. ബസ്സിൽ പോകുന്നു, അമ്മയ്ക്ക് മരുന്ന് വാങ്ങുന്നു, അനിയത്തിയെ പഠിപ്പിക്കുന്നു. നീ എൻ്റെ ദേവതയാണെന്ന് അവൻ വിഴുങ്ങി. യു ആർ സ്ട്രോങ്. നക്ഷത്രയുടെ കണ്ണ് നിറഞ്ഞു. ആരും ഇതുവരെ അവളെ ഇങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവർക്കും അവൾ ജസ്റ്റ് എംപ്ലോയി. താങ്ക് യു അഗ്നി. അവൾ മെല്ലെ പറഞ്ഞു അവൻ്റെ പേര്. അഗ്നിയുടെ ഹൃദയം വീണ്ടും പടപടാന്നിടിച്ചു. 1 റൂൾ, അവൻ പറഞ്ഞു. എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരും നിന്നെ ടച്ച് ചെയ്യരുത്, സംസാരിക്കരുത്, പ്രപ്പോസ് ചെയ്യരുത്. അണ്ടർസ്റ്റുഡ്? നക്ഷത്രം ഞെട്ടി. സർ? അതിശയത്തിൽ അവൾ വിളിച്ചുപോയി. ഫോർ യുവർ സേഫ്റ്റി, അവൻ പെട്ടെന്ന് തിരുത്തി. നീ ഇപ്പോൾ അഗ്നി കോർപ്പിൻ്റെ ഫേസാണ്. എൻ്റെ PA. മെനി എനിമീസ്. അപ്പോൾ ശ്രദ്ധിക്കണം. അണ്ടർസ്റ്റുഡ്? ഹോ, ഓക്കെ സർ. ഗുഡ്. അവൻ തൻ്റെ കോട്ടൂരി ചെയറിലേക്കിട്ടു. ഇന്നു മുതൽ നീ എൻ്റെ കാറിലാണ് വരുന്നതും പോകുന്നതും. ഡ്രൈവർ ഉണ്ടാകും. 24/7 സെക്യൂരിറ്റി നിൻ്റെ വീടിനും. വാട്ട്? നോ സർ, അതൊന്നും വേണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. അത് എൻ്റെ ഡിസിഷൻ. അഗ്നിയുടെ ശബ്ദം ഫൈനൽ. അഗ്നി കോർപ്പ് എംപ്ലോയീസിൻ്റെ സേഫ്റ്റി എൻ്റെ റെസ്പോൺസിബിലിറ്റി, അവൻ കടുപ്പിച്ചു പറഞ്ഞു. നിന്റെ സേഫ്റ്റി എൻ്റെ ജീവനാണെന്ന് അവൻ തുറന്നു പറഞ്ഞില്ല. രാത്രി 8 മണി. അഗ്നി ഓഫീസിൽ CCTV നോക്കുന്നു. സ്ക്രീനിൽ നക്ഷത്ര അവളുടെ പുതിയ ക്യാബിനിൽ. അവൾ ചെയറിലിരുന്ന് അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ചിരിക്കുന്നുണ്ട്. കണ്ണ് നിറയുന്നുണ്ട്. അമ്മേ, എനിക്ക് വലിയ ജോലി കിട്ടി. 2 ലക്ഷം രൂപയാണ് സാലറി. ഇനി നമ്മുടെ കഷ്ടപ്പാട് മാറും അമ്മേ. അവളുടെ ആ സന്തോഷം. അഗ്നിയുടെ ചുണ്ടിൽ ചെറിയ ചിരി. 2ാമത്തെ ചിരി. അവൾ സന്തോഷമായ അവനും സന്തോഷം. പെട്ടെന്ന് ഫോൺ. ഹെഡ് സെക്യൂരിറ്റി. ബോസ്, രോഹൻ മൽഹോത്ര. അവൻ ബാറിലുണ്ട്. കുടിച്ച് ബോധമില്ലാതെ വിളിച്ചു പറയുന്നു. അവൾ നക്ഷത്ര എൻ്റെയായിരുന്നു. ആ അഗ്നി, അവനെ ഞാൻ കൊല്ലും. എന്നിട്ട് അവളെ ഞാൻ. ഫോൺ പൊട്ടി. അഗ്നി ഞെരിച്ചു പിടിച്ച് പൊട്ടിച്ചതാണ്. അവൻ്റെ കണ്ണുകളിപ്പോൾ കറുത്തിട്ടില്ല, ചുവപ്പാണ്. അവൻ്റെ ഉള്ളിലെ അഗ്നി ആളിക്കത്തി. അഡ്രസ്, അവൻ്റെ ശബ്ദം മരണത്തിൻ്റെ മണി പോലെ. ബോസ്, വേണ്ട, പോലീസ്. അഡ്രസ് നൗ. 5 മിനിറ്റ് കഴിഞ്ഞ് അഗ്നിയുടെ റോൾസ് റോയ്സ് മുംബൈയുടെ തെരുവിലൂടെ പാഞ്ഞു. 20 കിലോമീറ്റർ വേഗത്തിൽ. എൻ്റെ നക്ഷത്രേ, എൻ്റെ പേര് പറഞ്ഞ് കൊല്ലുമെന്ന് പറഞ്ഞവൻ, അവൻ ജീവിക്കാൻ അർഹനല്ല. ബാറിൻ്റെ പാർക്കിങ്ങിൽ രോഹൻ കാറിൽ കയറാൻ നോക്കുന്നുണ്ട്. അവന് തരിമ്പും ബോധമില്ല. പെട്ടെന്നൊരു കൈ അവൻ്റെ കഴുത്തിൽ പിടിച്ചു. അവനെ വലിച്ചു തിരിച്ചു. മുന്നിൽ അഗ്നിയായി അഗ്നിദേവ്. നീ എന്താ? രോഹൻ്റെ ലഹരി ഇറങ്ങി. അവൻ ഭയന്നുപോയി. നീ എൻ്റെ നക്ഷത്രയുടെ പേര് പറഞ്ഞു. അഗ്നിയുടെ ശബ്ദം നരകത്തിൽ നിന്ന് വരുന്നത് പോലെ. നീ അവളെ നിൻ്റെ എന്ന് പറഞ്ഞു. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അവൻ്റെ സ്വരം വല്ലാതെ ശാന്തമായിരുന്നു. ഞാൻ വെറുതെ. അവൻ്റെ കണ്ണുകൾ പേടിയോടെ പിടച്ചു. അഗ്നിയുടെ മുഷ്ടി രോഹൻ്റെ മുഖത്താഞ്ഞു പതിച്ചു. 2 പല്ല് ഇളകി തെറിച്ചു. രോഹൻ്റെ നിലവിളി ഉയർന്നു കേട്ടു. നീ അവളെ ക്വീൻ എന്ന് വിളിച്ചു.
അടുത്ത ഇടി. അവൻ്റെ വാരിയല് പൊട്ടി. അവൾ എൻ്റെ മാത്രം ക്വീനാണ്, എൻ്റെ നക്ഷത്രം. നീ അവളെ നോക്കാൻ പോലും അർഹനല്ല. രോഹൻ ചോര തുപ്പി. സൈക്കോ, അവൻ്റെ നാവ് പേടിയോടെ ഉച്ചരിച്ചു. യെസ്, അഗ്നി അവൻ്റെ കഴുത്തിൽ പിടിച്ചുയർത്തി. അവളുടെ കാര്യത്തിൽ ഞാൻ സൈക്കോ ആണ്. അവളെ ആരെങ്കിലും നോക്കിയാ ആ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും. തൊട്ടാൽ ആ കൈ ഞാൻ വെട്ടും. അവളുടെ പേര് പറഞ്ഞ നാവ് ഞാൻ അരിയും. അവൻ രോഹനെ കാറിൻ്റെ ബോണറ്റിൽ വീശിയടിച്ചു. ഇന്ന് നിന്നെ കൊല്ലുന്നില്ല, അഗ്നി അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. കാരണം നീ ഇന്ന് തന്നെ ചത്ത നക്ഷത്ര അറിയും. അവൾ പേടിക്കും. അവൾക്ക് ഡൗട്ട് തോന്നും. സോ യു ലീവ്, ബട്ട് ആസ് എ വാണിംഗ് ഫോർ എവരി വൺ. അവൻ രോഹൻ്റെ നെറ്റിയിൽ ഗൺ വച്ചു. നീ ഈ നഗരം വിട്ടുപോ. നക്ഷത്രയുടെ 100 കിലോമീറ്റർ ചുറ്റളവിൽ നീ വന്ന അടുത്ത ബുള്ളറ്റ് നിന്റെ തലയിൽ. അണ്ടർസ്റ്റുഡ്? രോഹൻ മൂത്രമൊഴിച്ച് കരഞ്ഞുപോയി. യെസ്, പോകാം, ഞാൻ പൊയ്ക്കോളാം. അഗ്നി അവനെ താഴെയിട്ടു. തിരിഞ്ഞു നടന്നു. കാറിൽ കയറി. കൈവിറയ്ക്കുന്നു. ദേഷ്യം കൊണ്ടല്ല, പേടികൊണ്ട്. ഇതൊക്കെ നക്ഷത്ര അറിഞ്ഞാൽ അവൾ തന്നെ വെറുക്കുവോ? സൈക്കോ എന്ന് വിളിക്കുവോ? അവൻ ഫോൺ എടുത്തു. CCTV നോക്കി. നക്ഷത്ര അപ്പോൾ വീട്ടിൽ അമ്മയുടെ കൂടെ ഫുഡ് കഴിക്കുന്നു. തമാശ എന്തോ പറഞ്ഞ് ചിരിക്കുന്നു. അവൻ്റെ വിറയൽ നിന്നു. അവളുടെ ആ ചിരി, അതാണ് അവൻ്റെ മരുന്ന്. നീ ചിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കും നക്ഷത്ര, അവൻ മെല്ലെ പറഞ്ഞു. നീ അറിയാതെ, നീ വെറുത്താലും ഞാൻ നിന്നോടൊപ്പം എന്നും ഉണ്ടാകും. അർദ്ധരാത്രി. നക്ഷത്രയുടെ വീട്. അവൾ ബാൽക്കണിയിൽ നിൽക്കുന്നു. അവൾ ഫോണെടുത്ത് ഫോണിൽ അഗ്നിയുടെ നമ്പർ സേവ് ചെയ്തു. ബോസ് അഗ്നി എന്ന്. പെട്ടെന്ന് അവൾക്ക് തോന്നി ആരോ തന്നെ നോക്കുന്നുണ്ട്. താഴെ റോഡിൽ ഇരുട്ടിൽ ഒരു കാർ. ബ്ലാക്ക് റോൾസ് റോയ്സ് അല്ലേ അത്? അവൾ നെറ്റി ചുളിച്ചു. ഇതെന്താ ഇവിടെ, ഈ ഏരിയയിൽ? അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറി. കാറിൻ്റെ ഉള്ളിൽ അഗ്നി. അവൻ അവളെ തന്നെ നോക്കുന്നു. അവൾ സേഫാണോ എന്ന് ഉറപ്പാക്കാൻ. ദിവസവും അവൻ വരും. അവൾ ഉറങ്ങുന്നവരെ അവിടെ കാവൽ നിൽക്കും. നക്ഷത്ര ഫോൺ എടുത്തു. മെസ്സേജ് ടൈപ്പ് ചെയ്തു. സർ, താങ്ക്സ് ഫോർ എവറിത്തിങ്. ഗുഡ് നൈറ്റ്. സെൻഡ്. അഗ്നിയുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ. അവൻ മെസ്സേജ് തുറന്നു. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവനത് 1000 തവണ വായിച്ചു. ഗുഡ് നൈറ്റ്. അവൾ അവന് ഗുഡ് നൈറ്റ് പറഞ്ഞിരിക്കുന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞു. 29 വയസ്സ്, 10,000 കോടി ആസ്തി. പക്ഷെ അവളുടെ ഒരു ഗുഡ് നൈറ്റ് കണ്ട് അവൻ കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞു. അവൻ റിപ്ലൈ ടൈപ്പ് ചെയ്തു. ഗുഡ് നൈറ്റ് നക്ഷത്ര, സ്ലീപ്പ് വെൽ, ഐ ആം ഹിയർ. ഡിലീറ്റ് ചെയ്തു. ഐ ആം ഹിയർ വേണ്ട, അവൾ പേടിച്ചാലോ? അവൻ വീണ്ടും ടൈപ്പ് ചെയ്തു. ഗുഡ് നൈറ്റ്, സ്ലീപ്പ് വെൽ, സെൻഡ്. നക്ഷത്ര മെസ്സേജ് വായിച്ചു. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾക്കറിയില്ല അവളുടെ ബോസ് അഗ്നി ഇപ്പോൾ അവളുടെ വീടിൻ്റെ താഴെ അവൾക്ക് കാവൽ നിൽക്കുവാണെന്ന്. അവൾക്ക് വേണ്ടി രക്തം ചീന്തിയ കൈകൊണ്ടാണ് ഗുഡ് നൈറ്റ് ടൈപ്പ് ചെയ്തതെന്ന്. അവൻ്റെ പ്രണയം ഭ്രാന്തമാണ്. പക്ഷെ ആ ഭ്രാന്താണ് അവളുടെ സുരക്ഷ. പിറ്റേന്ന് രാവിലെ 6:30 അലാം അടിക്കുന്നതിന് മുമ്പേ നക്ഷത്രയുടെ കണ്ണു തുറന്നു. രാത്രി മുഴുവൻ ഉറക്കം ശരിയായില്ല. കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലാ മുഖം. അഗ്നിദേവ് റായ്ചന്ദ്. സാലറി 2 lakhs per month. മൈ പേഴ്സണൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്. ഫോർ മീ, ഓൺലി മീ. ഇതൊക്കെ സ്വപ്നമാണോ? അവൾ സ്വന്തം കൈ നുള്ളി നോക്കി. വേദനിച്ചു. അല്ലല്ല, സ്വപ്നമല്ല. അവൾ പതിയെ എഴുന്നേറ്റു. വിൻഡോയുടെ കർട്ടൻ മാറ്റി താഴേക്ക് നോക്കി. ഇന്നലെ കണ്ട ആ കാറ് അവിടെ കാണുന്നില്ല. റോഡ് ശൂന്യം. തോന്നലായിരുന്നോ? ചേച്ചി, എന്താ വിൻഡോയിൽ തൂങ്ങി നിൽക്കുന്നേ? പ്രിൻസ് ചാമിങ് വരുന്നുണ്ടോ നോക്കുവാണോ? മീര പിന്നിൽ നിന്ന് കളിയാക്കി. സ്കൂൾ യൂണിഫോം ഇട്ട് മുടി 2 സൈഡിൽ കെട്ടി ചിരിയോടൊരു 16 വയസ്സുകാരി വായാടി. നക്ഷത്ര പെട്ടെന്ന് കർട്ടൻ വിട്ട് തിരിഞ്ഞു. ഏയ്, അങ്ങനൊന്നുമില്ല. നീ സ്കൂളിൽ പോവാൻ നോക്കു മീര. മീര സംശയത്തോടെ. ഇന്നലെ രാത്രി ചേച്ചി ഫോണിൽ നോക്കി ചിരിക്കുന്നത് കണ്ടല്ലോ. ഗുഡ് നൈറ്റ് എന്ന് ആർക്കാ മെസ്സേജ് അയച്ചത്? ബോയ് ഫ്രണ്ട് ആണോ? നക്ഷത്രയുടെ മുഖം തൊടുത്തു. ഈ കുരിപ്പ്.
ബോസാണ് പെണ്ണെ, പുതിയ ബോസ്. നീ കളിക്കാതെ പോകുന്നുണ്ടോ അതോ ഇല്ലയോ? മീര ചിരിച്ചുകൊണ്ട് ഓടി. ബോസാണോ അതോ ഹാർട്ടിൻ്റെ ബീറ്റ്സ് ആണോ? നക്ഷത്ര തലയിൽ കൈവച്ചു പോയി. ഈ കുരുപ്പ്. അടുക്കളയിൽ നിന്ന് സുമതിയുടെ ശബ്ദം. മോളെ നക്ഷത്രേ, ചായ. നക്ഷത്ര അടുക്കളയിലേക്ക് നടന്നു. അവളുടെ മനസ്സ് മുഴുവൻ ഇന്നത്തെ ദിവസമാണ്. അഗ്നി കോർപ്പ് പേഴ്സണൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് അവൻ്റെ കൂടെ, അവൻ്റെ അടുത്ത്. അയ്യോ, അവളുടെ നെഞ്ചിടിപ്പ് കൂടി. പക്ഷേ ആ പേടിയുടെ അടിയിൽ ഒരു ചെറിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അവൻ അപകടകാരിയാണെന്നറിയാം. പക്ഷെ ഇന്നലെ അവൻ അവളെ രക്ഷിച്ചു. അവളുടെ സാലറി കൂട്ടി. യു ആർ സ്ട്രോങ് എന്ന് പറഞ്ഞു. ആരും ഇതുവരെ പറയാത്തത്. സുമതി അവൾക്ക് നേരെ ചായ നീട്ടി. എന്താ മോളെ ഒരാലോചന? പുതിയ ജോലി നിനക്ക് ഓക്കെയാണോ? അത്ര വലിയ കമ്പനി, 2 ലക്ഷം സാലറി. എനിക്ക് പേടിയാവുന്നു. വലിയ മീൻ ചെറിയ മീനിനെ വിഴുങ്ങുമോ എന്ന്. നക്ഷത്ര അമ്മയെ കെട്ടിപ്പിടിച്ചു. ഇല്ലമ്മേ, അദ്ദേഹം അഗ്നി സർ നല്ല മനുഷ്യനാ. എന്നെ വലിയ കാര്യാ. അഗ്നി സർ, ആ പേര് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഒന്നിടറി. സുമതി മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരമ്മയുടെ മനസ്സ്. അവർക്ക് മനസ്സിലായി, ഈ അഗ്നി അവൻ വെറും ബോസല്ല. മോളെ സൂക്ഷിക്കണം. പണവും അധികാരവും ഉള്ളവർ അവരുടെ സ്നേഹം ചിലപ്പോൾ കൂട് പോലായിരിക്കും. സ്വർണ്ണക്കൂട്, പക്ഷേ കൂട് തന്നെ. നക്ഷത്ര ഒന്നും മിണ്ടിയില്ല. കൂട്? അവൻ എന്നെ കൂട്ടിയിടുവോ? അവളുടെ ആലോചന എവിടേക്കോ തെന്നിമാറി. അവൾ റെഡിയായി. ഇന്നൊരു ഗ്രീൻ കളർ ചുരിദാർ, സിമ്പിൾ. പക്ഷെ അവളുടെ മുടി, അവൾ ആദ്യമായി മുടിയഴിച്ചിട്ടു. എന്തിനാ? അവൾക്കറിയില്ല. വീടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഗേറ്റിന് മുന്നിൽ ഒരു വൈറ്റ് ഓടി Q7. അതിൻ്റെ മുന്നിൽ ഒരു ഡ്രൈവർ, കറുത്ത സ്യൂട്ട്. ഡ്രൈവർ അവളെ നോക്കി. ഗുഡ് മോർണിംഗ് മാഡം, ഐ ആം രവി. അഗ്നി സാർ അയച്ചതാണ് നിങ്ങളെ ഓഫീസിൽ കൊണ്ടാക്കാൻ. നക്ഷത്ര ഞെട്ടി. ഡ്രൈവർ? അതും എനിക്ക് വേണ്ടി? അവൾ ചുറ്റും നോക്കി. അയൽക്കാർ എത്തി നോക്കുന്നു. ചെമ്പൂരിലെ വാടക വീട്ടിൽ നിന്ന് ഓടിയിൽ ഓഫീസിൽ പോയാൽ നാട്ടുകാരെന്തു പറയും? വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അപ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്തു. അവൾ ഫോൺ എടുത്തു. കയറ്. ഒരു വാക്ക്, തണുത്തുറഞ്ഞ ശബ്ദം. അഗ്നി. അവൾ ഫോൺ കട്ട് ചെയ്യാതെ കാറിലേക്ക് നോക്കി. അവൻ എങ്ങനെ അറിഞ്ഞു താൻ കയറാതെ നിന്നത്? അവൻ തന്നെ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞതനുസരിക്കും നക്ഷത്ര. ഫോണിൽ അവൻ്റെ ശബ്ദം. ഓർഡർ അല്ല, ഒരപേക്ഷ പോലെ. പക്ഷെ അപേക്ഷിക്കാൻ അറിയാത്തൊരാളുടെ അപേക്ഷ. നക്ഷത്രയുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാ അവനിങ്ങനെ? എന്താണവൻ എന്നോട്? അവൾ മെല്ലെ കാറിൻ്റെ ഡോർ തുറന്നു. കയറിയിരുന്നു. കാർ നീങ്ങി തുടങ്ങി. അഗ്നി കോർപ്പ്. ലിഫ്റ്റ് തുറന്ന് നക്ഷത്ര പുറത്തിറങ്ങി. മുഴുവൻ ഫ്ലോർ അവൾക്ക് വേണ്ടി മാത്രം. റിസപ്ഷൻ ഇല്ല, മറ്റ് എംപ്ലോയീസ് ഇല്ല. വെറും വൈറ്റ് മാർബിൾ, ഗ്ലാസ് വാൾസ്, നടുക്കൊരു വലിയ ഡെസ്ക്. അതിലൊരു നെയിം പ്ലേറ്റ്. നക്ഷത്ര ശർമ്മ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ടു CEO. അവളുടെ കാൽ വിറച്ചു. ഇതെൻ്റെ ഓഫീസ്? ഇത് സ്വപ്നമാണോ ഈശ്വര? ഇഷ്ടപ്പെട്ടോ? പിന്നിൽ നിന്നൊരു ശബ്ദം. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അഗ്നിദേവ്. ബ്ലാക്ക് സ്യൂട്ട്, വൈറ്റ് ഷർട്ട്, ടൈ ഇല്ല, മുടി പെർഫെക്റ്റ്. മുഖത്ത് ഒരു ഇമോഷൻസുമില്ല. പക്ഷെ അവൻ്റെ കണ്ണുകൾ, അവ രാവിലെ മുതൽ അവളെ കാണാൻ കാത്തിരുന്ന പോലെ. സാർ, ഇത് ഇത്രയും വലുത് എനിക്ക് വേണ്ടി? നിനക്ക് അർഹത ഉള്ളത് തന്നെയാ. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. 2 അടി ദൂരത്തിൽ നിന്നു. ഇനി നീ ഇവിടെ ഇരിക്കും, എൻ്റെ കൂടെ, എൻ്റെ ഓഫീസിൻ്റെ അടുത്ത്. അവൻ തൻ്റെ ക്യാബിനിൽ ഗ്ലാസ് ഡോർ ചൂണ്ടി. എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വരാം. പെർമിഷൻ വേണ്ട. നക്ഷത്രയുടെ തൊണ്ട വരണ്ടു. പെർമിഷൻ വേണ്ടേ CEOൻ്റെ ക്യാബിനിൽ കയറാൻ? യെസ്, കാരണം നീ വന്നില്ലെങ്കിൽ ഞാൻ വരും. അവൻ്റെ ശബ്ദം പതിഞ്ഞതായിരുന്നു. പക്ഷെ അതിലൊരു ഭ്രാന്തമായ ഉടമസ്ഥതയുണ്ടായിരുന്നു. നക്ഷത്രയുടെ ശ്വാസം നിലച്ചു. അവൻ എന്താണ് ഉദ്ദേശിച്ചത്? നിന്റെ ഫസ്റ്റ് ടാസ്ക്. അവൻ തൻ്റെ ടേബിളിലേക്ക് നടന്നു. ഒരു ഫയൽ എടുത്തു. സ്റ്റാർലൈറ്റ് ഇവൻസിൻ്റെ എല്ലാ ക്ലയൻസും ഇനി നമ്മുടെയാണ്. നീ അവരെ കോൾ ചെയ്യണം, മീറ്റിംഗ്സ് ഫിക്സ് ചെയ്യണം. നീയാണ് ഡീൽ ചെയ്യുന്നത്. ഞാനോ? പക്ഷേ സാർ, എനിക്ക്
ഞാൻ ജസ്റ്റ് യു ക്യാൻ ഡു ഇറ്റ്. അവൻ അവളുടെ കണ്ണിൽ നോക്കി. ഞാൻ പറഞ്ഞ നിനക്ക് കഴിയും. ബിക്കോസ് ഐ ബിലീവ് ഇൻ യു. ലോകം മുഴുവൻ വിശ്വസിച്ചില്ലെങ്കിലും ഐ ഡു. ഐ ബിലീവ് ഇൻ യു. ആ വാക്കുകൾ നക്ഷത്രയുടെ ഹൃദയത്തിൽ തറച്ചു. ആരും ഇതുവരെ അവളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവളുടെ അച്ഛൻ മരിച്ച ശേഷം അവൾ എപ്പോഴും നോട്ട് ഗുഡ് ആയിരുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ പെട്ടെന്ന് തല താഴ്ത്തി. താങ്ക് യു സർ, ഞാൻ ശ്രമിക്കാം. അഗ്നി അവളുടെ കണ്ണുനീർ കണ്ടു. അവൻ്റെ കൈ മുറുകി. അവൾ കരയുന്നത് അവനിഷ്ടമല്ല. പക്ഷേ ഇത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണെന്ന് അവനറിയാം. ഗുഡ്, ആൻഡ് കാൾ മീ അഗ്നി. നോട്ട് സർ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അവൻ തൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. ഡോറടച്ചില്ല. നക്ഷത്ര അവിടെ തന്നെ നിന്നു. കാൾ മീ അഗ്നി. അവൻ എന്തിനാണ് എൻ്റെ കൂടെ ഇത്ര ക്ലോസ് ആവുന്നത്? എന്താണ് അവൻ്റെ പ്ലാൻ? അവൾ അവളുടെ ഡെസ്കിലിരുന്നു, ചെയറിൽ. അതവളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഏറ്റവും സോഫ്റ്റായ ചെയർ. അവളുടെ മുന്നിൽ MSc ബുക്ക്, ഏറ്റവും പുതിയ മോഡൽ. സൈഡിൽ iPhone 60 Pro Max ഗോൾഡ്. സ്ക്രീനിൽ ഒരു സ്റ്റിക്കി നോട്ട്. യുവർ ഫോൺ, യുവർ നമ്പർ ഈസ് സേവ്ഡ്. മൈൻ ഈസ് എ കാൾ മീ എനി ടൈം. എ അഗ്നി. നക്ഷത്രയുടെ വിരലുകൾ ഫോണിൽ തൊട്ടു. അവൻ്റെ ഗിഫ്റ്റ്, അവൻ്റെ ശ്രദ്ധ, അഗ്നി തൻ്റെ ചെയറിലിരിക്കുന്നു. പക്ഷേ അവൻ വർക്ക് ചെയ്യുന്നില്ല. അവൻ്റെ ലാപ്ടോപ്പിൽ 3 സ്ക്രീൻ സ്പ്ലിറ്റായി ചെയ്തിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, CCTV നക്ഷത്രയുടെ ക്യാബിൻ, CCTV അഗ്നി കോർപ്പ് എൻട്രൻസ്. അവൻ്റെ കണ്ണുകൾ സ്ക്രീൻ 2-വിൽ. നക്ഷത്ര. അവൾ ഫോണിൽ സംസാരിക്കുന്നു ക്ലയൻറ്റിനോട്. അവളുടെ ശബ്ദം പതിയാണ്, പക്ഷേ കോൺഫിഡൻറ്റ്. അവൾ ചിരിക്കുന്നു. ഡീൽ ക്രാക്കായെന്ന് തോന്നുന്നു. അഗ്നിയുടെ ചുണ്ടിൽ ഒരു ചെറിയ വളവ്. 3ാമത്തെ ചിരിയാണോ? അത് അവൾക്ക് വേണ്ടി മാത്രം. ഇൻ്റർകോം ബീപ്പ് ചെയ്തു. വിക്രം. ബോസ്, രോഹൻ മൽഹോത്ര. അവൻ മുംബൈ വിട്ടു. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ദുബായ്. അവൻ്റെ കണ്ണ് സ്ക്രീനിൽ നിന്ന് മാറിയില്ല. ട്രാക്ക് ഹിം. ദുബൈയിൽ അവൻ ഒരു ജോലിയും കിട്ടരുത്. ഒരു വീട് വാടകയ്ക്ക് കിട്ടരുത്. അവൻ അലഞ്ഞു നടക്കണം. നക്ഷത്രയുടെ പേര് പറഞ്ഞതിന്. യെസ് ബോസ്. ഹലോ. നിങ്ങളുടെ കമൻസൊക്കെ വായിച്ചപ്പോൾ ഞാൻ അങ്ങ് ഫോമിലായി. എഴുതി അങ്ങ് തകർത്തു. കൊള്ളാമോ? ഇന്നലത്തെ ആ ലെവലെത്തിയോ? കമൻസ് പോരട്ടെ, നാളത്തെ എഴുത്ത് മിന്നിക്കണ്ടേ? ഇത്രയും ലെങ്ത് വേണോ? അതോ ഇന്നലെ ഇട്ട പോലെ മതിയോ? പറയൂ, ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിലാണ്.